ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ അറസ്റ്റോടെ കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് CPM. പ്രശാന്തിന് പിന്നാലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അറസ്റ്റ് ഭയക്കുന്നുണ്ട്. അതിനാൽ തന്നെ വിഷയത്തിൽ മൗനം പാലിക്കാനാണ് CPM നേതൃത്വത്തിന്റെ തീരുമാനം. ശാലിനി ഉണ്ട് വിവരങ്ങളുമായി. ശാലിനി, എന്തായാലും ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ പി എസ് പ്രശാന്താണ് ഇപ്പോൾ അഴിക്കുള്ളിലായിരിക്കുന്നത്. ഈ പി എസ് പ്രശാന്തിന്റെ അറസ്റ്റോടെ സമ്മർദ്ദത്തിലായിരിക്കുന്ന മറ്റൊരു പാർട്ടി കൂടിയുണ്ട്. ഒരുപക്ഷെ CPM. ഇപ്പോൾ വലിയ കേട്ടുകേൾവിയൊന്നും ഇല്ല അധികാരത്തിൽ നിന്നും പോയതോടെ. പക്ഷെ എന്നാലും പിന്നാലെ ഈ CPM ഈ ശബരിമല സ്വർണ്ണ കവർച്ച CPM-നെ വിടാതെ പിന്തുടരുകയാണ്. പ്രശാന്തിന് പിന്നാലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അറസ്റ്റ് ഭയക്കുന്നുണ്ടെന്നുള്ള വിവരം കൂടി നമ്മൾ പുറത്തു വിടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മൗനം പാലിക്കാനാണോ CPM-ന്റെ നീക്കം? എന്താണ് കടകംപള്ളിയുടെ അടുത്ത നീക്കം? എന്താണ് പി എസ് പ്രശാന്തുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ശാലിനി. അശ്വതി രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഉപ്പ് തിന്നവർ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടപടികൾ കാര്യക്ഷമമാക്കുകയാണ് SIT എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നടന്ന നിർണായകമായിട്ടുള്ള 2 അറസ്റ്റിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് മുൻ മെമ്പർ കൂടിയായിരുന്നുള്ള അജികുമാർ, ഇവർ രണ്ടുപേരും അങ്ങനെ തിരുവനന്തപുരം സബ് ജയിലിലേക്ക്, സ്പെഷ്യൽ ജയിലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇരുവരെയും തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയും ചെയ്തത്. അതീവ സുരക്ഷ, ഒപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം വലിയ ഗുരുതര കണ്ടെത്തലുകളാണ് SIT കണ്ടെത്തിയിട്ടുള്ളത്. അതായത് കൃത്യമായ ഗൂഢാലോചന ഇരുവരും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുവർക്കും എതിരെ തെളിഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ വ്യാജരേഖ ചമയ്ക്കൽ, ഒരു ഉന്നത പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം ബോർഡ് മുൻ അംഗവും ചെയ്തു കൂട്ടിയത് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയപ്പെടുന്നത്. അതായത് ശബരിമലയിൽ 2005-ലും ഒപ്പം തന്നെ 2019-ലും ഒക്കെ അവിടുന്ന് സ്വർണം കവർച്ച ചെയ്യാൻ 2025-ലും 2025-ലും 2019-ലും ഒക്കെ അവിടെ നിന്ന് സ്വർണം കവർച്ച ചെയ്യാൻ കൃത്യമായ ഗൂഢാലോചന ഇരുവരും നടത്തിയിട്ടുണ്ട്. ഗൂഢാലോചന നടത്തിയത് മാത്രമല്ല, ആദ്യ മോഷണം അല്ലെങ്കിൽ കളവ് നടത്തിയതിന് ശേഷം രണ്ടാമത് മറയ്ക്കാനായി വീണ്ടും അതേ കൃത്യം നടത്തി എന്നുള്ളതാണ്. ഇതിനായി വ്യാജരേഖകളടക്കം ചമച്ചിട്ടുണ്ട് എന്നുള്ളതാണ് SIT കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അറസ്റ്റ് ചെയ്തു, നടപടികൾ പൂർത്തിയാക്കി കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുണ്ട്. ഇനി നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് കസ്റ്റഡി അപേക്ഷ നൽകാനാണ് SIT സംഘം ഒരുങ്ങുന്നത്. ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകി, കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനും തെളിവെടുക്കാനുമാണ് SIT സംഘം ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2 ദിവസത്തേക്ക് എങ്കിലും കസ്റ്റഡിയിൽ കിട്ടണം എന്നുള്ളതാണ് SITയുടെ ആവശ്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി തിരുവനന്തപുരത്തും ഒപ്പം തന്നെ സംഭവം നടന്ന ഇടങ്ങളിലൊക്കെ എത്തിച്ച് തെളിവെടുക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അതേസമയം തന്നെ അശ്വതി രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിരോധത്തിലായിരിക്കുകയാണ് CPM ഈ ഘട്ടത്തിൽ. കാരണം ഒന്നിന് പിറകെ ഒന്നായി ജയിലിലേക്ക് പോവുകയാണ്. 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ഈ CPM-ന്റെ കാലയളവിലുള്ള പ്രസിഡന്റുമാരെ ജയിലിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനി ആരെ എന്നുള്ളൊരു ചോദ്യം CPM-നുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആശങ്ക അവർക്കുണ്ടാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ഈ പ്രതികരണങ്ങളൊക്കെ അവർ മയപ്പെടുത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്നലെ രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന 8 മണിയോട് കൂടി അറസ്റ്റിന് ശേഷം പല പ്രമുഖ CPM നേതാക്കന്മാരോടും പ്രതികരണങ്ങൾ ആരാഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴൊന്നും പ്രതികരണം നൽകാൻ തയ്യാറായിട്ടില്ല. എന്തായാലും തൻ്റെ അടുത്തേക്കാണോ ഇനി SIT എത്തുന്നത് എന്നുള്ളൊരു ആശങ്ക കടകംപള്ളി സുരേന്ദ്രനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പ്രതിരോധം തീർക്കാൻ ഒരു ഭാഗത്ത് CPM-ന്റെ നേതാക്കന്മാർ നിൽക്കുന്നു, മറുഭാഗത്ത് മൗന സ്വരങ്ങളുമായി മുതിർന്ന നേതാക്കന്മാർ നിൽക്കുന്നു. അങ്ങനെ ആശങ്കയിലും തൃശങ്കുലുമായി അല്ലെങ്കിൽ ചെങ്കോട്ട വലിയ പ്രതിരോധത്തിലാണ്. നേതാക്കൾക്കൊന്നും ഒരു അക്ഷരം മിണ്ടാൻ പറ്റില്ല. MA ബേബിയോട് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു, MA ബേബി, താങ്കൾക്ക് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പാർട്ടിയെ പറ്റിയുണ്ടോ, പാർട്ടിയെ പറ്റി വേണമെങ്കിൽ ഞാൻ പ്രതികരിക്കാം. അതാണ് MA ബേബി കേട്ടാലേ വല്ലാതെ രോമാഞ്ചം വരുന്ന ഒരു സമയമാണ്. പക്ഷെ സ്വർണ്ണ കവർച്ചയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് അങ്ങ് ഹാലളകം. അത് മാത്രമല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു യശോദ, അതായത് പി എസ് പ്രശാന്തിന്റെ അറസ്റ്റ് ഉണ്ടായപ്പോൾ ഇതായിരുന്നു പ്രതികരണം. അപ്പോൾ ഇനി കടകംപള്ളിക്ക് പിന്നാലെ അന്വേഷണ സംഘം എന്തായാലും അത് റഡാറിലാണ്, കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഈ ചെന്നിത്തലയെ പോയി കണ്ടത് കൊണ്ട് വല്ല ഗുണമൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഞാൻ ഉറ്റു നോക്കുന്നുണ്ട് കേട്ടോ. ചെന്നിത്തല സഹായിക്കുമോ, അല്ലെങ്കിൽ VD സതീശനെ, ഇവരൊക്കെ അതിർത്തി കഴിഞ്ഞാലാണ് ഇന്ത്യ മുന്നണി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, കേരളത്തിൽ ശക്തമായൊരു ഇന്ത്യ മുന്നണി ഉണ്ട്. അത് നമ്മൾ പല സാഹചര്യങ്ങളിലും കണ്ടതാണ്. അധികാരത്തിലേറി 2 ആഴ്ചക്കുള്ളിൽ തന്നെ മനസ്സിലായി ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും ആവശ്യത കൂട്ടുകട്ടെ. എന്നാലും പി എസ് പ്രശാന്ത് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ അടുത്തത് കടകംപള്ളിയാണോ? VN വാസവൻ കൈയൊഴിഞ്ഞു, MV ഗോവിന്ദനും മിണ്ടാട്ടമില്ല, ഉരിയാട്ടമില്ല, പിണറായി വിജയന്റെ വായ പണ്ടേ സഖാക്കൾ മൂടിക്കെട്ടി. ഇനി ആര് പ്രതികരിക്കും?
MA ബേബിക്ക് പാർട്ടിയെ പറ്റി മാത്രമേ പ്രതികരിക്കാൻ അറിയുകയുള്ളൂ. ശബരിമല, കേരളം, ഇതൊക്കെ അദ്ദേഹം എത്രയോ നാളുകൾ മുൻപേ മറന്ന കാര്യമാണ്. ഇനി പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ അത് ഓർമ്മിപ്പിക്കരുത്. അതെ, എന്തായാലും പുള്ളി പാറ്റക്കൂട്ടത്തെ കുറിച്ച് മാത്രം മിണ്ടട്ടെ.